നമസ്കാരം. ഹരിപ്പാട് സ്വദേശിനിയായ സാവരിയ ബസന്ത് എന്ന പെൺകുട്ടി അവൾ MBBS പഠനത്തിനായി പോയ ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് സഹപാഠിയുടെ ക്രൂരമർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഒരു ഞെട്ടലോടുകൂടിയാണ് നമ്മളെല്ലാവരും കേട്ടത്. സദറുൽ അനം എന്ന 22-കാരനായ മലപ്പുറം പുലാമന്തോൾ സ്വദേശിയായ ഒരു മനുഷ്യമൃഗമാണ് അവളെ കൊലപ്പെടുത്തിയത്. അവളുടെ ശരീരത്തിലാകെ ക്രൂരമായ മർദ്ദനത്തിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, സാവരിയയെ മതം മാറാനായി നിർബന്ധിക്കുകയും അതിനുവേണ്ടി അവളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് സഹപാഠികൾ തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ സാവരിയയുടെ മരണം അറിഞ്ഞ് എത്തിയ ബന്ധുവിനോട് പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നമ്മളെ RSSകാരനാക്കും, സംഖ്യയാക്കും, വർഗീയവാദിയാക്കും, മതേതരത്വം ഉയർത്തിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ പലർക്കും പറയണമെന്നുണ്ടെങ്കിലും പറയാൻ മടിയാണ്. കാരണം ഈ ഒരു ആക്രമണം സഹിക്കാൻ കഴിയുന്നതല്ല. സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ ഈ ഒരു കാക്കക്കൂട്ടത്തെ പോലെ വന്നാണ് ആക്രമിക്കുന്നത്. ഇനി ഇത് നിശബ്ദരായിരിക്കാൻ കഴിയില്ല. പറയേണ്ടത് പറയുക തന്നെ വേണം, പറയേണ്ട സമയത്ത്. 5-6 വർഷങ്ങൾക്ക് മുൻപ് പൂഞ്ഞാറിൽ നടന്നത് നമ്മൾ കണ്ടതാണ്. പൂഞ്ഞാർ MLA ആയിരുന്ന, പൂഞ്ഞാറിലെ എല്ലാത്തരം ജനങ്ങളുമായും, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളുമായും, എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ജനങ്ങളുമായും, അതായത് പാവപ്പെട്ടവനായിരുന്നാലും പണക്കാരനായിരുന്നാലും ഒക്കെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന, അവരുടെയൊക്കെ ഒരു വീട്ടിലെ അംഗത്തെ പോലെ ആയിരുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ നിങ്ങൾ മാറ്റിവെക്കൂ. അദ്ദേഹം ഏത് രാഷ്ട്രീയക്കാരനാണ് എന്നുള്ളത് മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലേക്ക് വരും. PC ജോർജ്. ഈ PC ജോർജിനെ സ്വന്തം നാട്ടിൽ വോട്ട് ചോദിക്കാൻ പോലും അനുവദിക്കാതെ കൂകി ഓടിച്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ളവർ കൈയടിച്ചു. കാരണം അവരൊക്കെ നോക്കിയത് അദ്ദേഹത്തിൻ്റെ PC ജോർജിൻ്റെ രാഷ്ട്രീയമാണ്. അന്ന് കൈയടിച്ചു. PC ജോർജിന് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ വോട്ട് ചോദിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരു കൂട്ടം ന്യൂനപക്ഷക്കാർ വന്ന് അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും കൂക്കി വിളിക്കുകയും അസഭ്യം വിളിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാൻ പോലും കഴിയാതെ അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. പിന്നീട് ആ തെരഞ്ഞെടുപ്പിൽ PC ജോർജ് പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ് ഈ ന്യൂനപക്ഷത്തിന് PC ജോർജ് അനഭിമതനായത്? PC ജോർജ് ഇവരുടെ ശത്രുവായത് എങ്ങനെയാണ്? ഈ ഈരാറ്റുപേട്ട മേഖലയിൽ നിന്നും മാത്രം 2 കൊല്ലത്തിനിടയിൽ 200-ലധികം ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിം യുവാക്കൾ പ്രണയിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റിയെന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നാണ് PC ജോർജ് പറയുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തി. PC ജോർജിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ്, ഇനി PC ജോർജ് എന്നല്ല, ഒരു സാധാരണ മനുഷ്യൻ പോലും ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ വാസ്തവമുണ്ടെന്ന് മനസ്സിലാക്കാതെയായിരിക്കില്ല, അതിൻ്റെ തെളിവുകൾ കാണാതെയായിരിക്കില്ല ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ PC ജോർജ് അവിടെ ആക്രമിക്കപ്പെട്ടത്. അതിനുശേഷം ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു വാഹനാപകടം ഈരാറ്റുപേട്ട മേഖലയിൽ വെച്ചുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുള്ള തൻ്റെ ഒരു ദുരനുഭവം ഒരാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. അവിടെ വാഹനം കൊണ്ട് ഇടിപ്പിച്ചത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു ആളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന അവിടെ ഉണ്ടായ അനുഭവങ്ങൾ, പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴുണ്ടായ അനുഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഈ ഒരു വിഭാഗത്തിനെ കുറിച്ച് മിണ്ടാൻ പാടില്ല. ഈ ലവ് ജിഹാദ് ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ സ്ഥിതിക്ക് നമ്മളും അങ്ങനെ വിശ്വസിക്കാം. പക്ഷേ ഈ ലവ് ജിഹാദ് എന്നുള്ള പദം മാറ്റിവെച്ചാൽ പോലും ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? എത്രയോ പെൺകുട്ടികൾ കേരളത്തിലെ പല രജിസ്റ്റർ ഓഫീസുകളിലും പോയി നോക്കിയാൽ അറിയാം. അവിടെ നോട്ടീസ് ബോർഡിൽ പതിച്ചിരിക്കുന്ന വിവാഹ നടത്താനുള്ളവരുടെ അറിയിപ്പുകൾ, അതിൽ പലതും ക്രിസ്ത്യൻ, ഹിന്ദു പെൺകുട്ടികളാണ്. എന്തുകൊണ്ട്? സ്നേഹത്തിനും പ്രണയത്തിനുമൊക്കെ മതമുണ്ടോ ജാതിയുണ്ടോ എന്നൊക്കെ നമ്മളൊക്കെ പരസ്പരം ചോദിക്കാം. പക്ഷേ അങ്ങനെ സ്നേഹത്തിനും മതത്തിനുമൊക്കെ പ്രണയത്തിനുമൊക്കെ ജാതിയും മതവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം മതം മാറുന്നത്, ശരീരം മുഴുവൻ മൂടിയ വസ്ത്രം ധരിച്ച് നടക്കുന്നത്? അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ചൊക്കെ പലരും പറയാൻ ഭയപ്പെടും. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹ മാധ്യമത്തിലൂടെ ആണെങ്കിൽ പോലും വളരെ ക്രൂരമായ ആക്രമണത്തിന്, സൈബർ ആക്രമണത്തിന് ഇരകളാകേണ്ടി വരും. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് കർണാടകയിലെ ഗംഗാവലി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ, അവിടെ മണ്ണിടിഞ്ഞ് കാണാതായ കോഴിക്കോട്ടെ അർജുൻ എന്ന ലോറി ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ ലോറിയും, അവിടെ ചെന്നുപെട്ട ഈ ലോറിയുടെ ഉടമസ്ഥൻ്റെ ബന്ധുവായ സഹോദരനായ അബ്ദുൽ മനാഫ് എന്ന വ്യക്തിയെയും അറിയാം. ആ മനുഷ്യൻ എന്തൊക്കെ നാടകങ്ങളാണ് അവിടെ കളിച്ചത്. അതിനുശേഷം ഈ അർജുൻ്റെ കുടുംബത്തിന് പോലും ഇയാൾക്കെതിരെ രംഗത്ത് വരേണ്ടി വന്നു. നോക്കൂ, 1.5 മാസത്തോളം തൻ്റെ മകനെ കാണാതായ ദുഃഖത്തിലിരിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ നേരാവണ്ണം കാണാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അവശിഷ്ടങ്ങളൊക്കെ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു അബ്ദുൽ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പരസ്യമായി പ്രതികരിക്കേണ്ടി വരുന്നത് എത്ര അവർ ഗതികെട്ടിട്ടാണെന്നുള്ള കാര്യം ചിന്തിക്കാൻ നമ്മുടെ മലയാളികൾക്ക് മനസ്സുണ്ടായില്ല. അവരൊക്കെ അപ്പോൾ പറഞ്ഞത് മനുഷ്യസ്നേഹി മനാഫിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് മലയാളികൾ അന്ന് സ്വീകരിച്ചത് എന്ന് മാത്രമല്ല വളരെ ക്രൂരമായിട്ടുള്ള
തങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു അംഗം നഷ്ടപ്പെട്ടു എന്നുള്ള പരിഗണന പോലും നൽകാതെ, അതിൻ്റെ വേദന പോലും ഉൾക്കൊള്ളാനാകാതെ കഴിയുന്ന ആ കുടുംബത്തിനെ അധിക്ഷേപിക്കുകയാണ് മലയാളികൾ അന്ന് ചെയ്തത്. പിന്നീട് ഈ മനാഫ് പൊങ്ങിയത് ധർമ്മസ്ഥലയിലാണ്. ധർമ്മസ്ഥലയിൽ എത്രയോ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് ദൃക്സാക്ഷിയെ പോലെ മനാഫ് സമർത്ഥിക്കുകയുണ്ടായി. അതിനുശേഷം സമൂഹ മാധ്യമത്തിലൊക്കെ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് ഒക്കെ നടത്തി. അപ്പോഴും ഈ മനാഫിനെ ഉയർത്തി കാണിക്കാനാണ് ശ്രമിച്ചത്. ഈ മനാഫിൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ എടുത്ത് നോക്കിയാൽ അറിയാം, അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടാണ് പലരും സ്വീകരിച്ചിട്ടുള്ളത്. അത് കൂടുതലും മനാഫിൻ്റെ അതേ വിഭാഗത്തിൽപ്പെട്ടവരാണ്. പക്ഷേ മനാഫ് പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്ന് പിന്നീട് തെളിഞ്ഞു. ഇപ്പോൾ മനാഫ് ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല. അപ്പോൾ ഇവരെക്കുറിച്ച് യാതൊന്നും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂട്ടമായി നിങ്ങളെ ആക്രമിക്കും. ഇത് ഭയന്ന് പലരും മിണ്ടാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇനി ഇത് സഹിച്ചിരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. സാവരിയ ഒരു അവസാനത്തെ പെൺകുട്ടി ആയിരിക്കണം. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പോലീസോ എക്സൈസോ പിടികൂടുന്ന മയക്കുമരുന്ന് കേസുകളുടെ വാർത്തകൾ നിങ്ങൾ എടുത്തു നോക്കൂ. 10 വാർത്തകൾ എടുത്താൽ അതിൽ 9 വാർത്തകളും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാരോ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയോ ആയിരിക്കും ആ കൂട്ടത്തിലുണ്ടാവുക. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വന്ന ഇത്തരം വാർത്തകൾ നിങ്ങളെടുത്തൊന്ന് പരിശോധിക്കൂ. ഞാനിത് കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അത് പക്ഷേ യാദൃച്ഛികമായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്? മറ്റു മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഇത്തരത്തിൽ അവരെ വശീകരിച്ചെടുത്ത് അവരെ മയക്കുമരുന്ന് കടത്താനും മയക്കുമരുന്ന് ഉപയോഗിക്കാനും മയക്കുമരുന്ന് വിൽപ്പന നടത്താനും ഒക്കെ പ്രേരിപ്പിക്കുന്നത് അത് തെറ്റല്ലേ? അപ്പോൾ അതൊരു കുറ്റകൃത്യമല്ലേ? അതിനെക്കുറിച്ച് പറയാൻ പാടില്ലേ? ഒരിക്കലും ഇനി നിശബ്ദരായിരിക്കാൻ കഴിയില്ല. ആലപ്പുഴയിലെ ഈ ഹരിപ്പാട്ടെ സാവരിയ ബസന്ത് അവസാനത്തെ പെൺകുട്ടിയായിരിക്കണം. ഇത്തരം ക്രൂരതകൾക്ക് ഇനി ഒരു പെൺകുട്ടിയും ഇരയാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇനി നിശബ്ദരായിരിക്കാൻ പാടില്ല. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറഞ്ഞാൽ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വീണ്ടും കാണാം.